അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇവിടെ നിരവധി തവണ നമ്മൾ പാരായണം ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ ചെറിയ ഫർദ് നിസ്കാരങ്ങളിലും അത്യാവശ്യം സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്താണിത്. നമുക്കൊക്കെ സുപരിചിതമാണ്. വിശുദ്ധ ഖുർആൻ 105 സൂറത്ത് ഫീൽ. ഇതിൻ്റെ കുറച്ചും കൂടി ആയത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈമാനികമായ ഉണർവും ഉന്മേഷമൊക്കെ നമുക്ക് ഉണ്ടാവുക. അതേപോലെ ഈ ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് വലിയ പാഠം നൽകും ജീവിതത്തിൽ. ഇപ്പോൾ ഇവിടെ അബ്രഹത്തിൻ്റെ ആനപ്പട നമുക്കറിയാം. അബ്രഹത്ത് തൻ്റെ നാട്ടിൽ ഒരു വലിയ ദേവാലയം ഉണ്ടാക്കി. അവിടേക്ക് ആളുകൾ വരണമെന്ന് അവൻ ആഗ്രഹിച്ചു. കബാലയത്തിലേക്ക് ആളുകൾ വരുന്നതിനെ തടയാൻ വേണ്ടിയും, അതേപോലെ തൻ്റെ അടുത്തേക്ക് ആളുകൾ, ഈ തൻ്റെ ആരാധനയിലേക്ക് ആളുകൾ വരണമെന്ന് അവൻ വിചാരിച്ചു. അബ്രഹത്ത് എന്ന വലിയ രാജാവ് അവിടെ അദ്ദേഹം ദേവാലയം ഉണ്ടാക്കിയപ്പോൾ അവിടേക്ക് ഒരു അറബി വംശജനായ ഒരാൾ പോയി അവിടെ മൂത്രം വയ്ക്കുകയോ അല്ലെങ്കിൽ കാഷ്ടിക്കുകയോ ചെയ്തു. ആ സമയത്താണ് അവന് കോപാകുലനായത്. ഇപ്പോൾ നമുക്കറിയാം, സമൂഹത്തിൽ ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും വലിയൊരു വിപത്തുണ്ടാക്കാൻ, വലിയൊരു ക്രമസമാധാന തകർച്ചയ്ക്ക് അത് കാരണമാകുന്ന രീതിയിൽ സംഭവിക്കാറുണ്ട്. അതുപോലൊരു സംഭവമായിട്ട് നിങ്ങളത് മനസ്സിലാക്കാൻ നമ്മളെപ്പോഴും. അതേപോലെ ഇസ്ലാമിക നാമധാരികളായ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ മുസ്ലിങ്ങളെ മൊത്തത്തിൽ പറയാറില്ല. അതേപോലെ നമ്മൾ മനസ്സിലാക്കുക, സമൂഹത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരായ ആളുകൾ, അറിയപ്പെട്ട ആളുകൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ വലിയ ഗൗരവം കൂടുതലാണ് അതിന്. അതേപോലെ ഇങ്ങനെ സമൂഹത്തിൽ വലിയ ഫിത്ന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഗൗരവം കൂടും, ശിക്ഷ കൂടും. ശ്രദ്ധിക്കുക എല്ലാവരും. അതേപോലെ ഇവിടെ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇവിടെ അങ്ങനെ അബ്രഹത്തും സംഘവും വന്നു. അബ്രഹത്തും വലിയ ആനപ്പടയായിട്ടാണ് അവൻ വന്നിട്ട് കബാലത്തിന് അവിടെ നിന്ന് ഇവരൊക്കെ ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. പല ആളുകളെയും പല സൈനികരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവൻ അങ്ങനെ ഇങ്ങോളം വന്നത്. എന്നിട്ട് അതിനുശേഷം ഇവിടെ ഖുറൈശികളുടെ ഒട്ടകം, നമുക്കറിയാം അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകത്തെ 200 ഒട്ടകത്തെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ രസകരമായൊരു സംഭവം, ഇപ്പോൾ പിടിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ്, നബീൻ്റെ പാപ്പ അബ്ദുള്ളയുടെ പാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടിട്ട് അദ്ദേഹം പോയി ചോദിക്കുന്നത്, എൻ്റെ ഒട്ടകത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അബ്രഹത്തിനോട്. അപ്പോൾ ചോദിക്കും, നിങ്ങളെ ഈ കഅബ ആക്രമിക്കാനാണ് ഞാൻ വന്നത്, എന്നിട്ട് നിങ്ങളെ ഒട്ടകത്തിൻ്റെ കാര്യത്തിലാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാക്കുണ്ട്. ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, അവർക്ക് അള്ളാഹിനെ അറിയില്ല എന്ന്. അവർക്ക് ശരിക്കും അറിയാം അള്ളാഹിനെ. അവിടെയാ കഅബ ഇല്ല, അവിടെയാ സംസം വെള്ളമില്ല. അപ്പോൾ അവരുടെ മൂക്കിൻ്റെ തായി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അവിടെ അത് അബ്രഹത്തോട് ഈ അബ്ദുൽ മുത്തലിബ് പറയാണ്, ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണ്, കഅബയുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, അതിന് അള്ളാഹു സംരക്ഷിക്കും. നമുക്കറിയാം വലിയൊരു സംഘത്തെ ഇവർക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറച്ച് ബോധ്യമുള്ളത് കൊണ്ട് ഒരു ബുദ്ധിയല്ല അവരോട് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലത്ത് പോയി ഒളിക്കുകയുണ്ടായി. മലമുകളിലും പാറയുടെ മുകളിലൊക്കെ പോയി ഒളിച്ചു വന്നു ഖുറൈശികളൊക്കെ. അപ്പോൾ അന്ന് ഖുറൈശികളായിരുന്നു ഈ കഅബയുടെ സംരക്ഷണം. അങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ ആനപ്പടയെ അവരുമായി വന്നിട്ട് അവർക്ക് കഅബ പൊളിക്കാൻ സമയത്ത് ആനപ്പട എന്തെന്ത് കളിച്ചാലും എങ്ങോട്ട് പോകുന്നില്ല. മറ്റു ഭാഗത്തേക്കെല്ലാം തിരിയുന്നുണ്ട്, യമൻ്റെ ഭാഗത്തേക്കൊക്കെ തിരിയുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷേ കഅബേൻ്റെ നേരെ നടക്കുന്നു പോലുമില്ല. പലതും അവർ ചെയ്തു നോക്കി, പക്ഷേ സംഭവിക്കുന്നില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സംഭവം പറയാൻ, അലം തറ, താങ്കൾ കണ്ടില്ലേ, പ്രവാചകനോട് പറയാം, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, താങ്കൾ കണ്ടില്ലേ ആനക്കാരെ കൊണ്ട് എങ്ങനെയാണ് തൻ്റെ രക്ഷിതാവ് പ്രവർത്തിച്ചതെന്ന്. അലം യജ്അൽ കൈദഹും, അലം യജ്അൽ, അവനാക്കിയില്ലേ, കൈദഹും അവരുടെ തന്ത്രത്തെ, ഫീ തദ്ലീൽ, വഴികേടിലാക്കിയില്ലേ അവരുടെ തന്ത്രത്തെ അവൻ. വാർസല, അവൻ അയക്കുകയും ചെയ്തു, അലൈഹിം അവരുടെ മേൽ തൈറൻ, പക്ഷി, അബാബിൽ, കൂട്ടമായ ഒരു തരം പക്ഷി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചു. തർമീഹിം, അവരെയായിരുന്നു ബീജാർത്തിൻ, കല്ലുകൾ കൊണ്ട്, മിൻ സിജ്ജീൽ, ചൂളയിൽ ചുട്ടെടുത്ത ഒരു തരം പ്രത്യേക കല്ലുകൾ കൊണ്ട്. ചില മുഫസ്സിറുകൾ എഴുതിയതായി കാണാം, കടലമണികളെ പോലെ അത്രയും ചെറുതായിരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറിൽ കാണാം, ചില ഒരു മണ്ണുകൾ കൊണ്ട്, 2 തരം മണ്ണുകൾ കൊണ്ട് മിശ്രിതമായ ഇതുണ്ടാക്കുമല്ലോ, ഒരു ഉരുള ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ കൈയോട്, അതുപോലുള്ള ചെറിയ കടലപ്പരിപ്പ് പോലുള്ള ആ സംഭവങ്ങൾ, അതുപോലെ ചെറിയതാണ്. പക്ഷേ അത് ദേഹത്തിട്ടാലോ, തലയിലിട്ടാൽ പിൻഭാഗത്തിലൂടെ പുറത്തേക്ക് പോകും, അത്രയും വലിയത്. അതുപോലെ ചില മുഫസ്സിറുകൾ പറയാൻ, അത് വീഴലോട് കൂടി അവർക്ക് എന്താ സംഭവിക്കുന്നത്, വലിയൊരു അസുഖം പോലെ ഇറച്ചി കഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വീഴുന്നത് പോലുള്ള സംഭവം അവർക്ക് സംഭവിച്ചത്. അങ്ങനെ അബ്രഹത്തിൻ്റെയും അവരുടെ പതനമാണ് അവിടെ സംഭവിക്കുന്നത്. അവരെ പരാജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിടുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ, ഫജഅലഹും അവനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി അങ്ങനെ തിന്നെടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ. ചില തഫ്സീറുകൾ കാണാം, ഇപ്പോൾ എന്തെങ്കിലും മൃഗങ്ങൾ കാഷ്ടിക്കുമല്ലോ, അതിൻ്റെ ആ വേസ്റ്റിൽ നിന്ന് പുറത്ത് കാണുന്ന ഞാരുകൾ ഉണ്ടാകുമല്ലോ, അതുപോലെ അവരാക്കി കളഞ്ഞു, അത്രയും ദുർബലരാക്കി കളഞ്ഞു അവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതിനെ ഒരു തരം പക്ഷികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടായാൽ ഏതൊരു ശത്രു സൈന്യവും വളരെ നിസ്സാരമാണെന്ന് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനമാണ് വരാൻ പോകുന്നത്, മുഹമ്മദ് നബിൻ്റെ ആഗമനത്തിന് മുമ്പാണ് ഈ സംഭവം. അതുപോലെ പ്രവാചകനോട് താങ്കൾ കണ്ടില്ലേ വെച്ചാൽ സാഹാബികൾക്കും മറ്റുള്ള ആളുകൾക്കും മക്കൾക്കാർക്കൊക്കെ ഡയറക്റ്റ് കണ്ടതുപോലെയുള്ള അനുഭവം എന്നാണ് അവർ അനുഭവിച്ചറിയാൻ. അതുകൊണ്ടാണ് അവർ കഅബ പൊളിക്കുന്ന സമയത്ത്, പൊളിച്ചു പണിയാൻ സമയത്ത് അവർ പേടിച്ചത്.
വലീദിന് മുഗീറ ആദ്യം കൈവച്ചത് അവിടെ പൊളിച്ച് പണിയുമ്പോൾ. കാരണം നമ്മൾ നല്ലതിനാണല്ലോ ചെയ്യുന്നത്, പേടിക്കേണ്ടാഞ്ഞിട്ട്. എന്നിട്ട് അവർ കുറേശ്ശികൾ ഒരു ദിവസം നോക്കി നാളെ ഒന്നും വലീദിന് മുഗീറക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ബാക്കി പണി തുടങ്ങാറിഞ്ഞ് കഅബ പുതുക്കി പണിയുമ്പോൾ പോലും അവർക്ക് അത്രത്തോളം അവർക്ക് ഇതൊക്കെ അറിയുമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ. ചില പണ്ഡിതന്മാർ പറയാറുണ്ട് അവർക്കറിയില്ല അതാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.